ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യുക. സെൽഫ് വർക്ക് ചെയ്യുള്ള എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ സെൽഫ് വർക്കിംഗ് അല്ല, അത് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. സെൽഫ് മോട്ടർ നയിച്ച് സർവീസ് ചെയ്ത് തരാം. അതിൻ്റെ കാർബണൊക്കെ പോയി കിടക്കാം. കാർബണൊക്കെ തീർന്നേക്കാണ്. അപ്പോൾ സെൽഫ് മോട്ടർ ഒന്ന് സർവീസ് ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡിലിന് ഇച്ചിരി ടൈറ്റ് കാണിക്കേണ്ടതായിരുന്നു. അത് കോൺസെപ്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഞാൻ തൽക്കാലത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊടിക്ക് ലൂസാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ടയർ മാക്സിമം തീർന്ന് കിടന്ന് ഓടിക്കൊണ്ടിരിക്കണേ. ഒന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. കാരണം ഞാൻ വലിയ സ്പീഡിലൊക്കെ പോയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ സ്ലിപ്പാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനെ നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. തൽക്കാലം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തിരുന്നു. നല്ല ബെയറിങ്ങാണ്, കുഴപ്പമൊന്നുമില്ല. പ്ലേയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഈ ഡാമ്പർ റബ്ബർ പൊട്ടിക്കിടക്കാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം കേട്ടോ. ചെയിൻ ലൂസുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ടൈറ്റ് ചെയ്ത് ആയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം നമുക്ക് ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.15 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ കുഴപ്പമില്ല. ബാറ്ററിയുടെ ഭാഗത്തൊക്കെ ഓക്കെയാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ പറഞ്ഞ പോലെ ടയറിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലിപ്പർ ബ്രാക്കറ്റ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചു. അപ്പോൾ അതിൻ്റെ ഈ ബൂട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവറായിട്ട് ഇങ്ങനെ ബഡ്ജായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, പുതിയ പ്ലഗ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ടുള്ളത്. കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് സെൽഫ് മോട്ടർ ഒന്ന് അഴിച്ച് സർവീസ് ചെയ്ത് റീസെറ്റ് ആക്കണം. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.